വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 3:20 ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ലോകത്തിൽ വന്നിരിക്കുന്നു, ലോകത്തിൻ്റേതായിട്ടുള്ള മോഹത്തിലും അതിൻ്റേതായിട്ടുള്ള സന്തോഷത്തിലും കടന്നു പോവുക. എപ്പോഴും നമ്മൾ ജീവിതത്തിൽ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, മുറയ്ക്കുള്ള ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകുന്നു, വീണ്ടും ഭക്ഷണം കഴിക്കുന്നു, രാത്രിയിൽ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, എഴുന്നേൽക്കുന്നു. ഇത് തന്നെ റിപ്പീറ്റേഷൻ. ഈ ജീവിതത്തിലെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ എന്തൊരു വ്യർത്ഥമാണ് നമ്മുടെ ജീവിതം. പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നു: ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും, ഞാൻ മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കും. സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ നമ്മളെപ്പോഴും സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും ചെറിയ ദുഃഖങ്ങൾ പോലും നമുക്കതിൽ കൂടുതൽ കടന്നു പോകാനായിട്ട് പ്രയാസമാണ്. പലപ്പോഴും നമ്മൾ ആഘോഷങ്ങൾ, ബർത്ത്ഡേ പാർട്ടികളായിരിക്കാം, കല്യാണ ചടങ്ങുകളായിരിക്കാം, സന്തോഷത്തിൻ്റെ ഒരു മേഖല വഴി കടന്നു പോകാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. അതേസമയം ഒരു ശവസംസ്കാര ചടങ്ങിലേക്ക് പോകുവാൻ നമ്മൾ പലപ്പോഴും മടി കാണിക്കുന്നു. അവിടെ ചെല്ലുമ്പോഴുള്ള അവരുടെ ആ കുടുംബാംഗങ്ങളുടെ ദുഃഖങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, കരച്ചിൽ, ഇത് ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ മേലാതെ വരുന്നു. ആ ഒരു ശവസംസ്കാര ചടങ്ങിൽ പോകുമ്പോൾ നമുക്ക് ഒന്ന് ഓർക്കുവാൻ സാധിക്കും, ഇതേ മേഖല വഴി നമ്മളും കടന്നു പോകും ഒരു ദിവസം. നമ്മൾ പലപ്പോഴും കേട്ട് വളരെ തഴച്ചൊരു ഗാനമാണ് സമയാമാം രഥത്തിൽ ഞാൻ. ഈ പാട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് നമുക്ക് തന്നെ നല്ലതായിരിക്കാം. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഏത് നിമിഷം വേണമെങ്കിലും ഈ ജീവിതത്തിൽ നമുക്ക് കടന്നു പോകാം. അതേത് ദിവസമായിരിക്കും, ഏത് നിമിഷമായിരിക്കാം എന്ന് നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും പല വേർപാടുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ദുഃഖത്തിൽ നമ്മളെ ആഴ്ത്തുന്നു. അത് ജീവിത പങ്കാളിയാകാം, മാതാപിതാക്കളാകാം, സഹോദരനോ സഹോദരിയായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ ഒരു മകനെ വിവാഹം കഴിച്ച് വിടുമ്പോൾ തന്നെ, മകളെ വിവാഹം കഴിച്ച് വിടുമ്പോൾ തന്നെ ആ മാതാപിതാക്കൾക്ക് ഒരു ദുഃഖം നമുക്ക് കാണാൻ സാധിക്കും. മകൾ ആ കുടുംബത്തിൽ നടന്നു പോകുന്നു, വിട്ടുപോകുന്നു. അതേസമയം പഠിക്കുന്നവരായിരിക്കാം, അവരെ ഒരു ഹോസ്റ്റലിലേക്ക് വിടുമ്പോൾ, ദൂരദേശത്തേക്ക് വിടുമ്പോൾ നമുക്ക് വീണ്ടും ആ വേർപാടിൻ്റെ ഒരു വേദന. സഹോദരി സഹോദരന്മാരെ, അതാണ് ജീവിതം. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യമായിട്ടും മരുമായിട്ടിരുന്ന അവസാന നിമിഷങ്ങളിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ശിഷ്യന്മാർക്കൊരു ദുഃഖമുണ്ടായി. അപ്പോൾ കർത്താവ് പറയുന്നത്, ഞാൻ പോകുന്നതാണ് നല്ലത്, ഞാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സഹായം ലഭിക്കും. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദുഃഖങ്ങളെയും അവൻ്റെ വചനത്തെ നമ്മൾ ആശ്രയിക്കാം, എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. അവനറിയാതെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. സമയാമരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയാമരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ
1 കൊരിന്ത്യർ 15:53 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. മണ്ണിൽ നിന്ന് വന്ന ഈ ശരീരം മണ്ണിലേക്ക് തന്നെ പോകേണ്ടതാണ്. നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും പ്രായമായിക്കൊണ്ടിരിക്കുന്നു. ആ പ്രായത്തെ നമ്മൾ എന്തേരം മോടി പിടിപ്പിച്ചാലും അത് നമുക്ക് പുറമേ തന്നെ കാണുവാൻ സാധിക്കും. കർത്താവ് അത് ഒരുക്കിയിരിക്കുന്ന ആ ഒരു സിസ്റ്റമാണ്, ആ ഒരു സെറ്റപ്പാണ്. ആ ഒരു മേഖലയിൽ കൂടി നമ്മൾ കടന്നു പോകണം. അത് പലപ്പോഴും രോഗങ്ങളായിട്ട് മാറാം, അവസാനം കിടക്കയിലായിട്ട് മാറാം. പക്ഷേ ഈ ലോകം അത് വളരെ നിസ്സാരവും നമ്മുടെ ബോഡി വളരെ ഫ്രാജൈലുമാണ്. ആകെയൽപ്പം നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈയുടുപ്പു മാറ്റുവാൻ, സമയമരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സങ്കീർത്തനങ്ങൾ 4:8 ഇങ്ങനെ പറയുന്നു: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നമ്മൾ രാത്രിയിൽ കിടക്കുവാൻ പോകുമ്പോൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ അലാറം വെച്ച് തന്നെ കിടക്കും. പക്ഷേ നമ്മളിൽ ആർക്ക് അറിയാൻ സാധിക്കും ആ നാളെ അലാറം കേൾക്കുവാൻ എനിക്ക് സാധിക്കുമോ, ഞാൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമോ? ദൈവത്തിൻ്റെ കരങ്ങളിൽ ആ സൃഷ്ടാവിന് മാത്രം അറിയാം നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു. അപ്പോഴുമൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. 1 യോഹന്നാൻ 2:15 ഇങ്ങനെ പറയുന്നു: ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്തിൽ എത്രമാത്രം സമ്പാദിച്ചാലും, എത്രയോ കൂട്ടുകാരും ചങ്ങാതിമാരും കുടുംബാംഗങ്ങളും ഉണ്ടെങ്കിലും ഒരു ദിവസം നമ്മൾ തനിച്ച് ഇതെല്ലാം വിട്ടുപോകേണ്ടതാണ്. ഈ ലോകത്തിലെ എല്ലാം നേടുവാനായിട്ട് പരക്കം പായുന്ന രാഷ്ട്രീയക്കാരായിരിക്കാം, വലിയ നേതാക്കന്മാരായിരിക്കാം. അവരാരും ചിന്തിക്കുന്നില്ല അടുത്ത നിമിഷം അവർക്ക് എന്താണ് സംഭവിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇതെല്ലാം ഇട്ട് ഒന്നുമില്ലാത്തവനെ പോലെ ജനിച്ച അതുപോലെ തന്നെ തിരിച്ച് ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ഈ പ്രപഞ്ച സുഖം നേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്തു ചൊല്ലേണം, യേശുവിനെ കാണണം. സമയമരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം
കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിൻ